അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കോഴ്സിൻ്റെ ഭാഗമായിട്ടുള്ള നിസ്കാരത്തിൻ്റെ 11-ാമത്തെയും 12-ാമത്തെയും ഫർള് വിവരിക്കുന്ന ക്ലാസ്സാണിത്. ഫർളുകൾ പറയുമ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട സുന്നത്തുകൾ കൂടി പറഞ്ഞു പോകും. ഒരു പക്ഷേ ഈ ഒരു ക്ലാസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം വെച്ചാൽ നമ്മൾ അത്തഹിയാത്തിന് ശേഷം ചൊല്ലുന്ന സ്വലാത്ത്, ദുആ, അവയുടെ അർത്ഥം പറഞ്ഞുതരും. പൂർണ്ണമായ രൂപം എങ്ങനെയാണ്, ചുരുക്കി ഓതാൻ പറ്റുന്ന രൂപം എങ്ങനെയാണെന്നുള്ള വിഷയമൊക്കെ പറഞ്ഞുതരും. അതിന് പുറമെ നമ്മൾ ഇരിക്കേണ്ട രൂപങ്ങളും കാര്യങ്ങളൊക്കെ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമുക്ക് പഠിക്കാൻ പറ്റും. അതായത് നിസ്കാരത്തിൻ്റെ 11-ാം ഫർളും 12-ാമത്തെ ഫർളാണ് പ്രധാനമായും നമ്മൾ ചർച്ച ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് നിസ്കാരത്തിൻ്റെ 10-ാമത്തെ ഫർളാണ്. നിസ്കാരത്തിന് ആകെ 14 ഫർളുകളാണ് ഉള്ളത്. അതിൽ 10-ാമത്തെ ഫർളാണ് അവസാനത്തെ അത്തഹിയാത്ത്. ആ അത്തഹിയാത്തിനെ പറ്റി കഴിഞ്ഞ ക്ലാസ്സിലൂടെ നമ്മൾ ചർച്ച ചെയ്തു. നിസ്കാരത്തിൻ്റെ 11-ാമത്തെ ഫർള് അവസാന അത്തഹിയാത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലുക എന്നുള്ളതാണ്. അത്തഹിയാത്തിന് മുമ്പ് ഇത് പറ്റൂല. അപ്പൊ നമ്മൾ അത്തഹിയാത്തിന് വേണ്ടി ഇരുന്നാൽ ആ അത്തഹിയാത്ത് ഓതി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ സ്വലാത്ത് ചൊല്ലേണ്ടത്. ഇവിടെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, നബി തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ല എന്നുള്ളതാണ് നിർബന്ധം. അപ്പൊ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് എന്ന് മാത്രം ചൊല്ലിയാലും അവിടെ നിർബന്ധം സംഭവിച്ചു. അതായത് സലാത്തിന്റെ ഏറ്റവും ചുരുങ്ങിയ രൂപമാണ് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. അപ്പൊ അത്തഹിയാത്ത് ഓതി കഴിഞ്ഞ് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് എന്ന് പറയുമ്പോൾ അവിടെ നിർബന്ധം സംഭവിച്ചു. അപ്പൊ ഏറ്റവും ചുരുങ്ങിയ രൂപം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് എന്നുള്ളതാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കണം, നബി തങ്ങളുടെ കുടുംബത്തിന്മേൽ സ്വലാത്ത് ചൊല്ലൽ അവസാന അത്തഹിയാത്തിൽ സുന്നത്തുണ്ട്. അവസാനത്തെ അത്തഹിയാത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ കുടുംബത്തിന്റെ മേലിൽ സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത് അബാദ് സുന്നത്ത് കൂടിയാണ്. അബാദ് സുന്നത്ത് മറന്നാലാണ് സഹബിന്റെ സുജൂദ് ചെയ്യേണ്ടത്. നിസ്കാരത്തിൽ 2 ടൈപ്പ് സുജൂദാണുള്ളത്. ഹൈആത്ത് സുന്നത്തുകളുണ്ട്, അബാദ് സുന്നത്തുകളുണ്ട്. ഈ അബാദ് സുന്നത്തുകൾ മറന്നാലാണ് സഹബിന്റെ സുജൂദ് ചെയ്യേണ്ടത്. അബാദ് സുന്നത്തുകൾ വളരെ കുറച്ചാണ്. ഈ ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞ ശേഷം അബാദ് സുന്നത്തിന്റെ സെപ്പറേറ്റ് ഒരു സെഷൻസ് ഞാൻ നിങ്ങൾക്ക് എടുത്തു തരാം. പക്ഷെ നമ്മളൊരു വിഷയം ശ്രദ്ധിക്കണം, നമ്മൾ സാധാരണ പറഞ്ഞു പോകുന്നതൊക്കെ ഹൈആത്ത് സുന്നത്തുകളാണ്. എന്നാൽ മനസ്സിലാക്കുക, അവസാനത്തെ അത്തഹിയാത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിന്റെ മേലിൽ സ്വലാത്ത് ചൊല്ല എന്നുള്ളത് അബാദ് സുന്നത്താണ്. നബി തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ല എന്നുള്ളത് നിർബന്ധമാണ്. അപ്പൊ അബാദ് സുന്നത്ത് കൂടി കിട്ടാൻ വേണ്ടി അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലി സയ്യിദിനാ മുഹമ്മദ് എന്തെങ്കിലും ചൊല്ലാം. അവിടുത്തെ പൂർണ്ണമായ രൂപം ഇബ്രാഹിമിയ സലാത്താണ്. അതിനെപ്പറ്റി ചർച്ച ചെയ്യാം. പക്ഷെ അബാദ് സുന്നത്തെങ്കിലും കിട്ടാൻ വേണ്ടി ഇനി കൂടുതലൊന്നും ചെല്ലുന്നില്ല എങ്കിൽ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലി സയ്യിദിനാ മുഹമ്മദ് എന്തെങ്കിലും ചൊല്ലാം. സ്വലാത്തിന്റെ ചുരുങ്ങിയ രൂപത്തോട്, അതായത് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് എന്നുള്ളതാണ് ചുരുങ്ങിയ രൂപം. ആ ചുരുങ്ങിയ രൂപത്തോട് വ ആലിഹി എന്ന് ചേർത്താൽ നബി കുടുംബത്തിന്റെ മേൽ സ്വലാത്തിന്റെ ഹ്രസ്വരൂപമായി. അപ്പൊ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ ആലിഹി എന്ന് ചേർത്താൽ തന്നെ ആ സ്വലാത്തിന്റെ ഏറ്റവും ചുരുങ്ങിയ രൂപം ലഭിച്ചു. പക്ഷേ നമുക്ക് അവിടെ കുറച്ചും കൂടി, ഇനി ഇബ്രാഹിമിയ സ്വലാത്ത് പൂർണ്ണമായി ചൊല്ലുന്നില്ല എങ്കിൽ അറ്റ്ലീസ്റ്റ് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലി സയ്യിദിനാ മുഹമ്മദ് എന്തെങ്കിലും ചൊല്ലാൻ ശ്രമിക്കാം. ഇനി ആദ്യത്തെ അത്തഹിയാത്തിൽ നബി കുടുംബത്തിന്മേൽ സ്വലാത്തില്ല എന്നതാണ് പ്രബലം. അപ്പോൾ നമ്മൾ എപ്പോഴും മനസ്സിലാക്കാം, ആദ്യത്തെ അത്തഹിയാത്ത് എന്ന് വെച്ചാൽ നമ്മൾ ളുഹ്ർ നിസ്കാരം നിർവഹിക്കുമ്പോൾ, അസ്ർ നിസ്കാരം നിർവഹിക്കുമ്പോൾ, മഗ്രിബ് നിസ്കാരം നിർവഹിക്കുമ്പോഴൊക്കെ 2-ാമത്തെ റക്അത്തിൽ നമ്മൾ അത്തഹിയാത്തിന് വേണ്ടി ഇരിക്കും. അതാണ് ആദ്യത്തെ അത്തഹിയാത്ത്. ഈ അത്തഹിയാത്ത് ചൊല്ലുക എന്നുള്ളതിന്റെ വിധി അബാദ് സുന്നത്താണ്. ഈ അത്തഹിയാത്തിന് ശേഷം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ മേൽ നമ്മൾ സ്വലാത്ത് ചൊല്ലണം. അതേസമയം ആദ്യത്തെ അത്തഹിയാത്തിന് ശേഷം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ കുടുംബത്തിന്റെ മേലിൽ നമ്മൾ സ്വലാത്ത് ചൊല്ലേണ്ടതില്ല. അപ്പൊ 1-ാമത്തെ അത്തഹിയാത്തിന് ശേഷം നമ്മൾ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് എന്ന് മാത്രം ചൊല്ലിയാൽ മതി. അല്ലെങ്കിൽ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് എന്ന് മാത്രം ചൊല്ലിയാൽ മതി. അവിടുത്തെ കുടുംബത്തിന്റെ മേലിൽ നമ്മൾ സ്വലാത്ത് ചൊല്ലേണ്ടതില്ല എന്നുള്ളതാണ് പ്രബലം. ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കാം. ആദ്യത്തെ അത്തഹിയാത്തിന് ശേഷം. അവസാനത്തെ അത്തഹിയാത്തിന് ശേഷം മുത്തുനബി തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത് നിർബന്ധമാണ്. കുടുംബത്തിന്റെ മേലിൽ സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത് അബാദ് സുന്നത്താണ്. ആദ്യത്തെ അത്തഹിയാത്തിന്റെ കേസിൽ ആദ്യത്തെ അത്തഹിയാത്ത് അബാദ് സുന്നത്താണ്. ആദ്യത്തെ അത്തഹിയാത്തിന് ശേഷം നബി തങ്ങളുടെ മേലിലുള്ള സ്വലാത്തും അബാദ് സുന്നത്താണ്, നിർബന്ധമല്ല. അതേസമയം ആദ്യത്തെ അത്തഹിയാത്തിന്റെ കേസിൽ അവിടെ മുത്തുനബി തങ്ങളുടെ കുടുംബത്തിന്റെ മേലിൽ നമ്മൾ സ്വലാത്ത് ചൊല്ലേണ്ടതില്ല എന്നുള്ളതാണ് പ്രബലമായ അഭിപ്രായം. ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി അവസാന അത്തഹിയാത്തിന് ശേഷം
ഇബ്രാഹിമിയ സ്വലാത്താണ് സമ്പൂർണ്ണമായ രൂപം. ഇബ്രാഹിമിയ സ്വലാത്ത് ചൊല്ലലാണ് അവസാനത്തെ തഹിയാത്തിൽ നല്ലത്. ആ ഇബ്രാഹിമിയ സ്വലാത്ത് നമുക്ക് നോക്കാം. അതായത് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വ അലാ അലി സയ്യിദിന മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹിമ വ അലാ അലി ഇബ്രാഹിം വബാരിക് അലാ സയ്യിദിന മുഹമ്മദിൻ വ അലാ അലി സയ്യിദിന മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹിമ വ അലാ അലി ഇബ്രാഹിം ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ്. ഇവിടെ കുറേ പേരുടെ സംശയമാണ് ഈ മുഹമ്മദിന്റെ മുന്നേ സയ്യിദിന എന്നുള്ളത് പറയണോന്ന്. അങ്ങനെ സയ്യിദിന പറയൽ തെറ്റൊന്നുമില്ല, നല്ലത് തന്നെയാണെന്നുള്ളത് ഫിഖിന്റെ കിതാബുകളിലൊക്കെ കാണാൻ പറ്റും. അപ്പൊ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വ അലാ അലി സയ്യിദിന മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹിമ വ അലാ അലി ഇബ്രാഹിം വബാരിക് അലാ സയ്യിദിന മുഹമ്മദിൻ വ അലാ അലി സയ്യിദിന മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹിമ വ അലാ അലി ഇബ്രാഹിം ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. ഇനി ഇതിന്റെ അർത്ഥം അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വ അലാ അലി സയ്യിദിന മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹിമ വ അലാ അലി ഇബ്രാഹിം. അതായത് അല്ലാഹുവേ, ഇബ്രാഹിം നബിക്കും അവിടുത്തെ കുടുംബത്തിനും നീ ഗുണം ചെയ്തതുപോലെ നമ്മുടെ നേതാവായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും അവിടുത്തെ കുടുംബത്തിനും നീ ഗുണം ചെയ്യണേ. വബാരിക് അലാ സയ്യിദിന മുഹമ്മദിൻ വ അലാ അലി സയ്യിദിന മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹിമ വ അലാ അലി ഇബ്രാഹിം. അതായത് ഇബ്രാഹിം നബിക്കും അവിടുത്തെ കുടുംബത്തിനും നീ അനുഗ്രഹം ചൊരിഞ്ഞതുപോലെ നമ്മുടെ നേതാവായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും അവിടുത്തെ കുടുംബത്തിനും നീ അനുഗ്രഹം ചൊരിയണേ എന്നുള്ളത് റബ്ബായ അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുകയാണ്. എന്നിട്ട് അള്ളാഹുവിനെ നമ്മൾ അവസാനം പുകഴ്ത്തുക കൂടിയാണ് ചെയ്യുന്നത്. നീ സ്തുത്യർഹനും പ്രതാപിയുമാണ് എന്നുള്ള വിഷയം മനസ്സിലാക്കാം. ഇതാണ് ഇബ്രാഹിമിയ സ്വലാത്തിന്റെ അർത്ഥം. ഇനി സലാം അത്തഹിയാത്തിൽ പരാമർശിച്ചിട്ടുള്ളതിനാൽ ഇവിടെ സലാത്ത് മാത്രമാണെന്ന് പ്രശ്നമില്ല. ഈ പറഞ്ഞതിന് താല്പര്യം എന്താണ്? നമ്മൾ എപ്പോഴും സലാത്ത് ചൊല്ലുമ്പോൾ ആ സലാത്തിനോട് കൂടെ സലാം കൂടി ആഡ് ചെയ്ത് നമ്മൾ ചെല്ലാൻ വേണ്ടി ശ്രമിക്കണം. ഇപ്പൊ ദുആ ചെയ്യുമ്പോഴൊക്കെ അല്ലാഹുമ്മ സല്ലി വസല്ലിം, അതായത് സല്ലി സലാത്ത് ചെല്ലണം, വസല്ലിം സലാമും കൂടി ചെല്ലണം എന്നുള്ള അർത്ഥത്തിൽ സലാം കൂടി ആഡ് ചെയ്ത് നമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. അല്ലെങ്കിൽ സലാത്ത് ചൊല്ലിയിട്ട് അവസാനമാണെങ്കിൽ സലാം നമ്മൾ കൊണ്ടുവരണം. ചില സലാത്തുകളുടെ സിയകളിലൊക്കെ നമ്മൾ അവസാനം സലാം കൊണ്ടുവരും. ഇനി ഇവിടെ നമ്മൾ ഇബ്രാഹിമിയ സലാത്ത് ചൊല്ലുമ്പോൾ ഇവിടെ നമ്മൾ സലാം ചെല്ലുന്നില്ല. ഇനി ഇവിടെ സലാം ചെല്ലിയില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം വെച്ചാൽ എന്തേ, അത്തഹിയാത്തിൽ ഓൾറെഡി നമ്മൾ സലാം ചെല്ലുന്നുണ്ടല്ലോ എന്ന്. അതായത് അസ്സലാമു അലൈക അയ്യുഹൻ നബിയു, നബി തങ്ങളുടെ വലിയ സലാം നമ്മൾ അത്തഹിയാത്തിൽ ചൊല്ലുന്നുണ്ട്. അപ്പൊ ആ അത്തഹിയാത്തിൽ സലാം ചൊല്ലുന്നുള്ളത് കൊണ്ട് തന്നെ സലാം അത്തഹിയാത്തിൽ പരാമർശിച്ചിട്ടുള്ളതിനാൽ ഇവിടെ സലാത്ത് മാത്രമാണെന്നുള്ള പ്രശ്നമില്ല. ഇനി അവസാന അത്തഹിയാത്തിൽ മേൽ പറഞ്ഞവയ്ക്ക് ശേഷം, അതായത് ഈ അവസാനത്തെ അത്തഹിയാത്തിന് ശേഷം ഇപ്പോൾ നമ്മൾ ചൊല്ലിയ ഈ സലാത്തിനൊക്കെ ശേഷം ദുആ ചെയ്യുക എന്നുള്ളത് സുന്നത്താണ്. ദുആ ചെയ്യുക എന്നുള്ളത് സുന്നത്താണ്. അപ്പൊ ഏതാണ് അവസാനത്തെ അത്തഹിയാത്തിന് ശേഷമുള്ള ദുആ? അത് നമ്മളെപ്പോഴും ചെയ്യുന്ന ദുആ ആണ്. കൃത്യമായി ശ്രദ്ധിക്കാം. അല്ലാഹുമ്മ ഫിർലി മാ ഖദ്ദംതു വമാ അഖർതു വമാ അസ്റർതു വമാ അഅലൻതു വമാ അസ്റഫ്തു വമാ അൻത അഅലമു ബിഹി മിന്നി ഇന്നക അൻതൽ മുഖദ്ദിമു വ അൻതൽ മുഅഖിർ ലാ ഇലാഹ ഇല്ലാ അൻത അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്രി വമിൻ അദാബിൻ നാർ വമിൻ ഫിത്നത്തിൽ മഹ്യ വൽ മമാത്തി വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ. ഇതാണ് ദുആ. ഇനി ശ്രദ്ധിക്കുക, ഈ ദുആന്റെ അർത്ഥം അല്ലാഹുമ്മ ഫിർലി മാ ഖദ്ദംതു വമാ അഖർതു, അതായത് അല്ലാഹുവേ, ഞാൻ ആദ്യവും അവസാനവും ചെയ്തു പോയ ദോഷങ്ങൾ. എന്നിട്ട് ഓരോന്നിന്റെ അർത്ഥം രഹസ്യമായി ചെയ്ത ദോഷങ്ങൾ, പരസ്യമായി ചെയ്ത ദോഷങ്ങൾ, അധികമായി ചെയ്ത ദോഷങ്ങൾ, അതേപോലെ എന്നേക്കാൾ നീ അറിയുന്നതുമെല്ലാം. ചിലപ്പോൾ നമ്മൾ ചെയ്തു പോയ ദോഷങ്ങൾ നമുക്ക് തന്നെ അറിയില്ല ഏതൊക്കെ എന്നുള്ളത്. അതേസമയത്ത് അള്ളാഹു എല്ലാം അറിയാം. ആ ദോഷങ്ങളെല്ലാം എനിക്ക് നീ പൊറത്തു തരണേ എന്നുള്ളത് അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്യാണ്. എത്ര നല്ല അർത്ഥമാണ്. എന്നിട്ട് നീയാണ് മുന്തിക്കുന്നവനും പിന്തിക്കുന്നവനും, നീയല്ലാതെ ആരാധ്യനില്ല. അതായത് ആരാധനക്കർഹൻ അള്ളാഹു മാത്രമാണ്. ഇനി അള്ളാഹുവെ, ഖബറിലെ ശിക്ഷയിൽ നിന്നും നരകശിക്ഷയിൽ നിന്നും ജീവിതത്തിലെയും മരണവേളയിലെയും കുഴപ്പങ്ങളിൽ നിന്നും ചുറ്റി സഞ്ചരിക്കുന്ന
ദജ്ജാലിന്റെ കുഴപ്പങ്ങളിൽ നിന്നും ഞാൻ എന്നോട് കാവലിനെ തേടുന്നു. വളരെ മനോഹരമായ അർത്ഥമാണ്. ഇവിടെ ശ്രദ്ധിക്കുക, ഒരാള് ഈ ദുആ അല്ലാഹുമ്മ ഫിർലി മാ ഖദ്ദംതു എന്ന് തുടങ്ങുന്ന ഈ ദുആ ഒരാൾക്ക് പൂർണ്ണമായി ചൊല്ലാൻ പറ്റുന്നില്ല എന്ന് വെക്കാം. എങ്കിൽ ഈ പറയുന്ന, അതായത് ആ ദുആന്റെ അവസാന ഭാഗം ഈ പറയുന്ന അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്രി വമിൻ അദാബിൻ നാർ വമിൻ ഫിത്നത്തുൽ മഹ്യ വൽ മമാതി വമിൻ ഫിത്നത്തുൽ മസീഹിദ് ദജ്ജാൽ എന്നുള്ള ഈ ഭാഗമെങ്കിലും അവൻ ചൊല്ലാം. കാരണം എന്തേ? ഈ ദുആ പാടെ ഒഴിവാക്കുക എന്നുള്ളത് കറാഹത്ത് സംഭവിച്ചു പോകും. അപ്പൊ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക, അത് പൂർണ്ണമായി ചൊല്ലുന്നില്ല എങ്കിൽ ഈ ദുആവും കൂടി ചെല്ലാം. അതായത് പൂർണ്ണമായി ചൊല്ലാൻ പറ്റുമെങ്കിൽ അത് ചെല്ലാം, അത് നല്ലതാണ്. ഇനി അത് പൂർണ്ണമായി ചൊല്ലാൻ പറ്റുന്നില്ല എങ്കിൽ അവസാനത്തെ ഭാഗങ്ങളിൽ കൊണ്ടുവരാം. അവസാനത്തെ ഭാഗമാണ് ഇത് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്രി വമിൻ അദാബിൻ നാർ വമിൻ ഫിത്നത്തുൽ മഹ്യ വൽ മമാതി വമിൻ ഫിത്നത്തുൽ മസീഹിദ് ദജ്ജാൽ എന്നുള്ളത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കാം, അല്ലാഹുവേ ഇന്നി അഊദു ബിക, തീർച്ചയായിട്ടും നിന്നോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു, മിൻ അദാബിൽ ഖബ്രി, ഖബറിന്റെ അദാബിനെ തൊട്ട്, ശിക്ഷയെ തൊട്ട്, വമിൻ അദാബിൻ നാർ, നരകത്തിന്റെ അദാബിൽ നിന്നും ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു, വമിൻ ഫിത്നത്തുൽ മഹ്യ, ജീവിതത്തിലെ കുഴപ്പങ്ങളിൽ നിന്നും, വൽമമാത്തി, മരണത്തിന്റെ കുഴപ്പങ്ങളിൽ നിന്നും, വമിൻ ഫിത്നത്തുൽ മസീഹിദ് ദജ്ജാൽ, ചുറ്റി സഞ്ചരിക്കുന്ന ദജ്ജാലിന്റെ കുഴപ്പങ്ങളിൽ നിന്നും ഞാൻ എന്നോട് കാവലിന് ചോദിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം. ആ വിഷയം മനസ്സിലാക്കാം. അപ്പൊ ഇതിന്റെ അർത്ഥം പഠിക്കാൻ വളരെ സിമ്പിൾ ആണ്. അതായത് അല്ലാഹുമ്മ എന്ന് പറയുമ്പോൾ അല്ലാഹുവേ യഗ്ഫിർലി, നീ എനിക്ക് പുറത്തു തരണം, ഒന്ന് വെച്ചാൽ എന്റെ ദോഷങ്ങൾ നീ പുറത്തു തരണം. എന്നിട്ട് ഓരോ കാര്യങ്ങൾ പറയാണ്, ഖദ്ദംതു, മുൻകടന്നു പോയ ദോഷങ്ങൾ, അങ്ങനെ ഓരോന്നിന്റെയും കാര്യങ്ങൾ പറഞ്ഞ് അതിന്റെ അർത്ഥം അത് കൃത്യമായി നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക. ഈ നോട്ട്സ് ഒക്കെ വായിക്കുമ്പോൾ ആദ്യം ദുആ നോക്കുക, എന്നിട്ട് അർത്ഥം നോക്കുക, വീണ്ടും ദുആ നോക്കുക, വീണ്ടും അർത്ഥം നോക്കുക. അപ്പൊ നിങ്ങൾക്ക് സിമ്പിളായിട്ട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ഏകദേശം നമ്മൾ നിസ്കരിക്കുമ്പോൾ കഴിഞ്ഞ ഒരുപാട് ക്ലാസ്സിൽ സെഷൻസ്, ഓൺലൈൻ സെഷൻസ് ചെയ്ത് കൊടുക്കലുണ്ട്. അതായത് നിസ്കാരത്തിന്റെയും മറ്റുമൊക്കെ വസ്വാസും കാര്യങ്ങളൊക്കെ ഉള്ള ആളുകൾക്ക് ഒരു 1-to-1 സെഷൻസ് അവൈലബിൾ ആണ്. ആവശ്യമുള്ളവർ വാട്സപ്പ് കോൺടാക്ട് ചെയ്താൽ മതി. അങ്ങനെ 1-to-1 സെഷൻസ് ചെയ്ത് കൊടുക്കുമ്പോൾ പലരുടെയും പ്രശ്നം എന്ന് വെച്ചാൽ നിസ്കാരത്തിൽ ഏതാണ് നിർബന്ധം, ഏതാണ് സുന്നത്ത് എന്നുള്ളത് അറിയില്ല. ഇനി അറിഞ്ഞാൽ തന്നെ പലർക്കും നിസ്കാരത്തിൽ ഫോക്കസ് കിട്ടുന്നില്ല, കോൺസെൻട്രേഷൻ തെറ്റിപ്പോകുന്നുണ്ട്. അങ്ങനെ കുറെ സെഷൻസ് ഇത് ഓൺലൈനായിട്ടൊക്കെ 1-to-1 ചെയ്തു കൊടുത്തപ്പോൾ പല ആളുകളും നല്ല സാറ്റിസ്ഫൈഡ് ആണ്. അപ്പൊ ഞാൻ നിങ്ങളോട് പറയുന്ന വിഷയം എന്ന് വെച്ചാൽ, നമ്മൾ മാക്സിമം നിസ്കാരത്തിൽ സുജൂദിന്റെ സ്ഥാനത്തേക്ക് തന്നെ നോക്കി നിസ്കരിച്ച് നമ്മൾ കൃത്യമായിട്ട് ഓരോ കാര്യങ്ങളും ഇങ്ങനെ പറയുമ്പോൾ അതിന്റെ അർത്ഥം കൂടി ചിന്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറിപ്പോവാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നിസ്കാരം നല്ല കോൺസെൻട്രേഷനോടെ കൂടെ നിസ്കരിക്കാൻ പറ്റും. ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി സുജൂദിന്റെ സ്ഥാനത്തിൽ നമ്മൾ നോട്ടം മാറ്റേണ്ട ചില ഘട്ടങ്ങളുണ്ട്. ആ വിഷയങ്ങളെ കൂടി നമുക്ക് ഈ ക്ലാസ്സിലൂടെ കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യാം. അതായത് നിസ്കാരത്തിന്റെ 11ാമത്തെ ഫർളാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തത്. നിസ്കാരത്തിന്റെ 11ാമത്തെ ഫർളാണ് അവസാനത്തെ അത്തഹിയാത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത്. അപ്പൊ നബി തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുക എന്നുള്ളതാണ് ഫർള്. നബി തങ്ങളുടെ കുടുംബത്തിന്റെ മേൽ സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത് സുന്നത്താണ്. അവസാനത്തെ അത്തഹിയാത്തിന്റെ ഘട്ടത്തിൽ, ആദ്യത്തെ അത്തഹിയാത്തിൽ നബി തങ്ങളുടെ മേലിൽ മാത്രം സ്വലാത്ത് ചൊല്ലിയാൽ മതി, അത് സുന്നത്താണ്. നബി തങ്ങളുടെ കുടുംബത്തിന് മേൽ ആദ്യത്തെ അത്തഹിയാത്തിന്റെ ഘട്ടത്തിൽ നമ്മൾ സ്വലാത്ത് ചൊല്ലേണ്ടതില്ല. ഇനി അവസാനത്തെ അത്തഹിയാത്തിലേക്ക് എത്തിയപ്പോൾ നബി തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത് നിർബന്ധമാണ്. നബി തങ്ങളുടെ കുടുംബത്തിന്റെ മേൽ സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത് അത് സുന്നത്താണ്. ആ വിഷയക്കാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇനി നിസ്കാരത്തിന്റെ 12ാമത്തെ ഫർള്, അതായത് അത്തഹിയാത്ത്, സലാത്ത്, സലാം എന്നിവയ്ക്കൊക്കെ വേണ്ടി ഇരിക്കണം. ഇരുന്നിട്ടാണ് ഇതൊക്കെ ചൊല്ലേണ്ടത്. ഇങ്ങനെ ഇരിക്കുക എന്നുള്ളതാണ് നിസ്കാരത്തിന്റെ 12ാമത്തെ ഫർള്. അതായത് അവസാനം സലാം വീട്ടൽ വരുന്ന ഇടങ്ങളിൽ തവറുക്കിന്റെ ഇരുത്തമാണ് സുന്നത്ത്. പ്രധാനമായിട്ട് നിസ്കാരത്തിൽ 2 ടൈപ്പ് ഇരുത്താണ് ഇരിക്കാം. ഒന്ന് തവറുക്കിന്റെ ഇരുത്തം, മറ്റൊന്ന് ഇഫ്തിറാഷിന്റെ ഇരുത്തം. ഇഫ്തിറാഷിന്റെ ഇരുത്തം എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ 2 സുജൂദുകൾക്കിടയിൽ ഇരിക്കുന്ന ഇരുത്തം. സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തവുമായി ബന്ധപ്പെട്ട ക്ലാസ്സിൽ ആവശ്യം കൃത്യമായി നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അതായത് 2 സുജൂദുകൾക്കിടയിൽ ഇരിക്കുന്ന ഇരുത്തത്തിനിക്കാണ് ഇഫ്തിറാഷിന്റെ ഇരുത്തം എന്ന് പറയാം. ഇഫ്തിറാഷിന്റെ ഇരുത്തം എന്ന് വെച്ചാൽ നമ്മുടെ ഇടത് ചന്തി ഇടത് കാലിന്റെ മുകളിൽ വെച്ചുകൊണ്ടുള്ള ഇരുത്തത്തിനിക്കാണ് ഇഫ്തിറാഷിന്റെ ഇരുത്തം എന്ന് പറയാം. എന്നാൽ നമ്മുടെ ഇടത് ചന്തി നിലത്ത് വെച്ചുകൊണ്ടുള്ള ഇരുത്തമുണ്ട്, ഇരുത്തത്തിനിക്കാണ് തവറുക്കിന്റെ ഇരുത്തം എന്ന് പറയാം. മനസ്സിലാക്കാം. ഇനി ഈ തവറുക്കിന്റെ ഇരുത്തം, ആ ഇരുത്തമൊക്കെ കൃത്യമായി നമ്മൾ ശ്രദ്ധിക്കണം. ഈ തവറുക്കിന്റെ ഇരുത്തം ഒരാൾക്ക് ഇരിക്കാൻ പറ്റിയിട്ടില്ല, അയാൾ ഇഫ്തിറാഷിന്റെ ഇരുത്തം ഇരുന്നാലും ശരിയാകും. പക്ഷെ സലാം വീട്ടാൻ വേണ്ടി നമ്മൾ ഇരിക്കുന്ന ഘട്ടങ്ങളിലൊക്കെ നമുക്ക് തവറുക്കിന്റെ ഇരുത്തം ഇരിക്കലാണ് സുന്നത്ത്. ആവശ്യം പ്രത്യേകം മനസ്സിലാക്കാം.
അതായത് അവസാനം സലാം വീട്ടൽ വരുന്ന ഇടങ്ങളിൽ തവറുക്കിന്റെ ഇരുത്തമാണ് സുന്നത്ത്. അപ്പൊ തവറുക്കിന്റെ ഇരുത്തം തന്നെ ഇരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രമിക്കുക. അതായത് അവസാനത്തെ അത്തഹിയാത്ത് നമ്മൾ ഇരിക്കുന്ന ഇരുത്തം, നമ്മുടെ ഈ ഇടത് ചന്തി നിലത്ത് വെച്ചുകൊണ്ടുള്ള ഇരുത്തം, ഇതിനേക്കാണ് തവറുക്കിന്റെ ഇരുത്തം എന്ന് പറയാം. ഇനി സലാം വീട്ടാൻ ഇല്ലാത്ത ഇടങ്ങളിൽ ഈ ഇരുത്തം ഇരിക്കരുത്. അപ്പൊ ഒരാൾക്ക് സലാം വീട്ടാൻ ഇല്ല എങ്കിൽ ഈ ഇരുത്തമല്ല നല്ലത്. ആവശ്യം മനസ്സിലാക്കുക. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു വ്യക്തി ഇമാമിനെ തുറന്ന് നിസ്കരിക്കാണ്. അവന് രണ്ടാമത്തെ റക്അത്തിലാണ് ഇമാമിനെ തുറന്നത്. ഇമാമിന്റെ ഈ അത്തഹിയാത്തും ശേഷമുള്ള സലാത്തും ദുആവും കഴിഞ്ഞ് ഇമാം സലാം വീട്ടി കഴിഞ്ഞാൽ ഇവനിക്ക് ഒരു റക്അത്ത് കൂടി കൊണ്ടുവരാനുണ്ട്. ഇവിടെ യഥാർത്ഥത്തിൽ ഈ വ്യക്തിക്ക് സലാം വിട്ടാനില്ല. അപ്പൊ ഇമാമ് തവറുക്കിന്റെ ഇരുത്തം ഇരിക്കും. കാരണം വെച്ചാൽ ഇമാമിനിക്ക് സലാം വിട്ടാനുണ്ട്. പക്ഷെ ഈ ബാക്കിലുള്ള വ്യക്തി തവറുക്കിന്റെ ഇരുത്തമല്ല ഇരിക്കേണ്ടത്, മറിച്ച് അവനിരിക്കേണ്ടത് ഇഫ്തിറാഷിന്റെ ഇരുത്താണ്. കാരണം വെച്ചാൽ അവനിക്ക് അവിടെ സലാം വിട്ടാനില്ല. ഇമാം സലാം വിട്ടിയ ഉടനെ തന്നെ ഒരു റക്അത്ത് കൂടി നിസ്കരിക്കാനുണ്ട്. അങ്ങനെ സലാം വീട്ടാനില്ലെങ്കിൽ നമ്മൾ ഈ തവറുക്കിന്റെ ഇരുത്തം ഇരിക്കരുത്, ഇഫ്തിറാഷിന്റെ ഇരുത്തം ഇരുന്നാൽ മതി. അതേപോലെ തന്നെ നമ്മൾ സുബഹി നിസ്കാരത്തിൽ ഖുനൂത്ത് മറന്നിരുന്നു. നമുക്ക് അവസാനം സഹവിന്റെ സുജൂദ് ചെയ്യാനുണ്ട്. അങ്ങനെ സഹവിന്റെ സുജൂദ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴാണ് ചെയ്യുക? അത്തഹിയാത്തും ശേഷമുള്ള സലാത്തും ദുആവും ഒക്കെ ചൊല്ലിയിട്ടാണ് സഹവിന്റെ സുജൂദ് ചെയ്യുക. അങ്ങനെ സഹവിന്റെ സുജൂദ് ചെയ്യാനുണ്ടെങ്കിലും നമ്മൾ ഇഫ്തിറാഷിന്റെ ഇരുത്തം ഇരുന്നിട്ടാണ് അത്തഹിയാത്തും ശേഷമുള്ള സലാത്തും ദുആ ഒക്കെ ചെല്ലേണ്ടത്. എന്നിട്ട് നമ്മൾ സഹബിന്റെ 2 സുജൂദ് ചെയ്ത് അവസാനം നമ്മൾ സലാം വിട്ടാൻ വേണ്ടി ഇരിക്കും. അത്തഹിയാത്തൊക്കെ ആദ്യം ചെല്ലും. അപ്പൊ ഇഫ്തിറാഷിന്റെ ഇരുത്തം ഇരുന്ന് അത്തഹിയാത്തും ശേഷമുള്ള സലാത്തും ദുആവും ഒക്കെ ചൊല്ലി 2 സഹബിന്റെ സുജൂദും ചെയ്ത് അവസാനം സലാം വിട്ടാൻ വേണ്ടി ഇരിക്കുമ്പോൾ തവറുക്കിന്റെ ഇരുത്തം ഇരുന്ന് സലാം വിട്ടുകയാണ് വേണ്ടത്. അതായത് നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി, നിസ്കാരത്തിൽ സലാം വിട്ടാൻ വേണ്ടിയാണ് ഇരിക്കുന്നത് എങ്കിൽ തവറുക്കിന്റെ ഇരുത്തം ഇരിക്കാം, അതല്ല എങ്കിൽ ഇഫ്തിറാഷിന്റെ ഇരുത്തമാണ് നല്ലത്. ആവശ്യം മനസ്സിലാക്കാം. ഇനി ഇതൊന്നും പറ്റാതെ ഇരുന്നൊക്കെ നിസ്കരിക്കുന്ന ആളുകളുടെ രൂപങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് ഒരു സെഷനിൽ ചർച്ച ചെയ്യാം. നാഫി ഇമാം യൂട്യൂബ് ചാനലിലൊക്കെ ഇത്തരം വിഷയങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട്. ആവശ്യം കൂടി ശ്രദ്ധിക്കാം. ഇനി 2 അത്തഹിയാത്തിലും കൈകൾ കാൽ മുട്ടിനടുത്ത്, വിരൽക്കൊടികൾ കാൽ മുട്ടിന്റെ അഗ്രത്തോട് നേരിടും വിധം വെക്കൽ സുന്നത്താണ്. ഇടത് കൈ വിരലുകൾ ചേർത്ത് നിവർത്തിയും വലത് കൈവിരലുകൾ 53 പിടുത്തം എന്ന രൂപത്തിലുമാണ് വെക്കേണ്ടത്. അപ്പൊ 53 പിടുത്തം എന്ന് വെച്ചാൽ ഈ ഒരു മോഡലിലുള്ള പിടുത്തത്തിനേക്കാണ് 53 എന്ന് പറയാം. അതായത് 10 10 10 10 10 50 51 52 53 ഇങ്ങനെ 53 പിടുത്തം വരും. ഈ പിടുത്തം വരുമ്പോൾ ഒരു വിഷയം ശ്രദ്ധിക്കുക. നമ്മൾ ഈ ചൂണ്ട് വിരൽ ഇങ്ങനെ ആക്കിയിട്ടാണ് നമ്മൾ പിടിക്കുക. ഇങ്ങനെ പിടിച്ചതിന് ശേഷം നമ്മൾ അത്തഹിയാത്തില് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ ചൂണ്ടുവിരൽ ഉയർത്തണം. ഇങ്ങനെ പിടിച്ചുള്ള വിരൽ ഇങ്ങനെ നമ്മൾ ഉയർത്തണം. ഇനി നോട്ടം ചൂണ്ടുവിരലിലേക്ക് ആക്കുകയും, അപ്പോൾ ഈ ചൂണ്ടുവിരൽ ഉയർത്തുമ്പോൾ തന്നെ നമ്മുടെ സുജൂദിന്റെ സ്ഥാനത്തേക്കാണ് നമ്മൾ നോക്കിയിരുന്നത്. ആ നോട്ടം ഈ ചൂണ്ടുവിരലിലേക്കാക്കി നമ്മൾ മാറ്റണം. എന്നിട്ട് സലാം വീട്ടുന്നത് വരെ നമ്മൾ ഇങ്ങനെ ചൂണ്ടുവിരലിലേക്കാണ് പിന്നീട് നമ്മൾ നോക്കേണ്ടത്. ഇനി അതല്ല ആദ്യത്തെ അത്തഹിയാത്താണ്, അപ്പൊ നമ്മൾ സലാം വിട്ടാനില്ല, അടുത്ത റക്അത്തിൽ കുണരാനാണുള്ളത്. അപ്പൊ അടുത്ത റക്അത്തിൽ കുണരുന്നത് വരെ ഈ ചൂണ്ടുവിരലിലേക്കാണ് നോക്കേണ്ടത്. ഇനി ഇമാമിനെ തുടർന്ന് ഒരു മസ്ബൂക്കായുള്ള ഒരാളാണ്, അപ്പൊ അവനും ഇങ്ങനെ അത്തഹിയാത്ത് ഓതി ഇമാം സലാം വിട്ടിയാൽ ഉടനെ അടുത്ത റക്അത്തിൽ കുണരാണ് ചെയ്യുക. അങ്ങനെ അടുത്ത റക്അത്തിൽ കുണരുന്നത് വരെയോ സലാം വീട്ടുന്നത് വരെയോ അവൻ അത് മുതൽ ഈ ചൂണ്ടുവിരലിലേക്കാണ് അവന്റെ നോട്ടം ക്രമീകരിക്കേണ്ടത്. ആവശ്യം കൂടി മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ നിസ്കാരത്തിന്റെ 11ാമത്തെയും 12ാമത്തെയും ഫറദാണ് ഇന്ന് ചർച്ച ചെയ്തത്. 11ാമത്തെ ഫറദ് അവസാനത്തെ അത്തഹിയാത്തിന് ശേഷമുള്ള സ്വലാത്താണ്. 12ാമത്തെ ഫറദ് അത്തഹിയാത്ത്, സ്വലാത്ത്, സലാം എന്നിവയ്ക്കൊക്കെ വേണ്ടി ഇരിക്കലാണ്. ഇൻഷാ അല്ലാഹ് ഇനി കൂടുതൽ വിഷയങ്ങളൊക്കെ നമുക്ക് വരും ക്ലാസ്സിലൂടെ ചർച്ച ചെയ്യാം. വളരെ കൃത്യമായിട്ട് ഇനി അങ്ങോട്ട് ക്ലാസ്സുകളൊക്കെ ഓരോ വിഷയത്തിലും അവൈലബിൾ ആയിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല കാര്യങ്ങൾ ഒരുപാട് പറയാനും കേൾക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. മാക്സിമം ആളുകളിലേക്ക് നിങ്ങൾ ഈ വിഷയങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുക. ഒരു വിഷയം പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ നാഫി അക്കാഡമിയുടെ ഭാഗമായിട്ട് 2 കോഴ്സിൽ ജോയിൻ ചെയ്ത ആളുകൾക്ക് ഈ ക്ലാസ് അവൈലബിൾ ആയിരിക്കും. ഒന്ന് ഹിക്മ കോഴ്സിൽ ജോയിൻ ചെയ്ത ആളുകൾക്ക്, മറ്റൊന്ന് നിസ്കാരത്തിന്റെ സെപ്പറേറ്റ് കോഴ്സിൽ ജോയിൻ ചെയ്ത ആളുകൾക്ക്. ഹിക്മ കോഴ്സിൽ ജോയിൻ ചെയ്ത ആളുകൾക്ക് നിസ്കാരത്തിന്റെ സെപ്പറേറ്റ് കോഴ്സിൽ ജോയിൻ ചെയ്യേണ്ട ആവശ്യമില്ല.
ഇനി നിസ്കാരത്തിന്റെ സെപ്പറേറ്റ് കോഴ്സിൽ ജോയിൻ ചെയ്ത ആളുകൾക്ക് ഇനി മറ്റു വിഷയങ്ങൾ കിട്ടാൻ, അതായത് വിശ്വാസപരമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതേപോലെ സക്കാത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി ഹിക്മ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾ നേരത്തെ ചെയ്ത പേയ്മെന്റ് കഴിച്ച് ബാക്കി പേയ്മെന്റ് നിങ്ങൾ ഹിക്മ കോഴ്സിന് വേണ്ടി ചെയ്താൽ മതി. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളൊക്കെ നല്ല രൂപത്തിൽ പറയാനും കേൾക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് എല്ലാവരും ദുആ വസിയത്തോടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.